ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 0.13% ഉയർന്ന് 24,500 മുകളിൽ 24,572 ക്ലോസിംഗ് നൽകി. പെട്രോളിയം ക്രൂഡിന് മുകളിലുള്ള വിൻഫോൾ ടാക്സ് 4,600 രൂപ പെർ ടണ്ണിൽ നിന്നും 2,100 രൂപ പെർ ടണ്ണിലേക്ക് കുറച്ചതിനെ തുടർന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഹെൽത്ത് കെയർ, IT, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലികോം, മീഡിയ, പവർ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇന്ന് ബൈയിങ് മൊമെൻ്റം പ്രകടമായിരുന്നു. ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനറായി മാറി. സ്റ്റോക്ക് 3.5% ഉയരുകയും 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തു. ടാറ്റ സ്റ്റീൽ 3%, LTI മൈൻഡ്രി 2% ഉയർന്നു. അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കായിരുന്നു ഇന്ന് ഇൻഡെക്സിലെ ടോപ്പ് ലൂസർ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.6% ഇടിഞ്ഞു. ഓട്ടോ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. ബജാജ് ഓട്ടോ ഇന്ന് ഇടിഞ്ഞു. കൂടാതെ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ 1% ഇടിയുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരും സമയങ്ങളിൽ ഉയർന്ന ബൈയിങ് മൊമെൻ്റം വരാനും മികച്ച റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് RBZ ജുവലേഴ്സ് ലിമിറ്റഡ്. ഇന്ന് RBZ ജുവലേഴ്സ് 5% ഉയർന്ന് 161 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 643 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25, 52 വീക്ക് ഹൈ 285, 52 വീക്കിലോ 96. RBZ എന്ന കമ്പനി ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഗോൾഡ് ജ്വല്ലറി മാനുഫാക്ചർ കമ്പനിയാണ്. കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡിസൈൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ഗോൾഡ് ജ്വല്ലറിയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സാണ് കമ്പനി നടത്തുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിക്ക് പാൻ ഇന്ത്യ പ്രസൻസ് ഏകദേശം 20 സംസ്ഥാനങ്ങളിലായി 72 സിറ്റികളിൽ പ്രസൻസ് ഉണ്ട്. കമ്പനിയുടെ ROE 14%, ROCE 16%. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അതിൻ്റെ റീസെൻറ്റ് ക്വാർട്ടറുകളിലെ ഏറ്റവും ഉയർന്ന പ്രോഫിറ്റാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 2.6 കോടിയിൽ നിന്നും 9.08 കോടിയിലേക്ക് ഉയർന്നിരുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 45%, പ്രോഫിറ്റ് ഗ്രോത്ത് 32%, ROE 20%. 167 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 69 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള കമ്പനിയിൽ FISന് 1.34, പബ്ലിക്കിന് 1.54% സ്റ്റേക്ക്, DISന് 1.54% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 75%, പബ്ലിക്കിന് 22% സ്റ്റേക്ക് ഹോൾഡിംഗ്. RBZ ജുവലേഴ്സിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമയത്ത് 250 രൂപ വരെ ഉയർന്നതിന് ശേഷം സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 180 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഇന്ന് സ്റ്റോക്ക് 158 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. RBZ എന്ന സ്റ്റോക്കിനെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരുന്നതുകൊണ്ട് നമ്മൾക്ക് വരും സമയങ്ങളിലും ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ എൻ്റയർ ജുവലറി സെക്ടർ ആകമാനം വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ്പ് സ്റ്റോക്കാണ്. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഡീസൻറ്റ് റിട്ടേൺ നടത്താനുള്ള സാധ്യതയും ഡീസൻറ്റ് റിട്ടേൺ നൽകാനുള്ള സാധ്യതയും കൂടുതലാണ്. മൈക്രോ ക്യാപ്പ് സ്റ്റോക്ക് ആയതുകൊണ്ട് റിസ്ക് റിവാർഡ് റേഷ്യോ അല്പം കൂടുതലാണ്. രണ്ടാമത്തേത് വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം വീനസ് പൈപ്പ് 4.3% ഉയർന്ന് 2,125 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 2,381, 52 വീക്കിലോ 1,200. 4,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.86. വീനസ് പൈപ്പ് എന്ന കമ്പനി സ്റ്റെയിൻലെസ് പൈപ്പ് ആൻഡ് ട്യൂബ്സിൻ്റെ മാനുഫാക്ചറിങ്ങും എക്സ്പോർട്ടിങ്ങും ബിസിനസ്സുമാണ് നടത്തുന്നത്. ROE 23%, ROCE 18%. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 180 കോടിയിൽ നിന്നും സെയിൽസ് 240 കോടിയിലേക്കും 17 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 28 കോടിയിലേക്കും കമ്പനി ഇയർ ഓൺ ഇയറിൽ മെച്ചപ്പെടുത്തി. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 37%, പ്രോഫിറ്റ് ഗ്രോത്ത് 54%, ROE 24%. വീനസ് പൈപ്പ് എന്ന സ്റ്റോക്കും സപ്പോർട്ടിനടുത്താണ് ലഭിക്കുന്നത്. 2000 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ 2000 എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 2125 ലഭിക്കുന്നു. ഇവിടെ നിന്നും സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻ്റം തുടരാനും 2200, 2280, 2300 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്